ഹായ്, എല്ലാവർക്കും സ്വാഗതം പാറൂസ് ഡ്രീം ലാൻഡിലേക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ശിവകരടമരുകലയമായി നാദം എന്ന സോങ്ങിൻ്റെ ഡാൻസ് ട്യൂട്ടോറിയലാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സ്റ്റെപ്സുകളുടെ ട്യൂട്ടോറിയലാണ് ഇന്നോട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ ആ വീഡിയോ എടുത്തൊന്ന് കണ്ടാൽ മതി. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ശിവകരടമരുക എന്ന വരികൾ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ശിവകര എന്ന് പറയുമ്പോൾ കൈകൾ ഇങ്ങനെ വെക്കാം. ജസ്റ്റ് ശിവകര, ശിവനെ കാണിക്കല്ലേ, അപ്പൊ ആ ഒരു ഗാംഭീര്യത്തോടെ തന്നെ കൈകൾ പിടിക്കണം. അതിനുശേഷം വരുന്നത് ധമരുക. ധമരുക എന്ന് പറയുമ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് എടുത്ത് ഇങ്ങനെ റൈറ്റ് കൈയുടെ താഴെയായിട്ട് ജസ്റ്റ് ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കാല് ജസ്റ്റ് ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ വെക്കാം. അതായത് ജസ്റ്റ് ഇങ്ങനെ ഉയർത്തി ഇങ്ങനെ നീട്ടി വയ്ക്കാം. അപ്പൊ ശിവകര ധമരുക, പിന്നെ ലയമായി നാദം. എന്നിട്ട് ജസ്റ്റ് ലയമായി അതിന് രണ്ട് കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കുക. അതിനുശേഷം രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കാതെ ആദ്യത്തെ രണ്ട് വിരലുകള് ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ചെവിയുടെ അടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരിക, കണ്ണുകൾ അടയ്ക്കുക. പിന്നെ വരുന്നത് ചെറിയൊരു മ്യൂസിക് പോർഷനാണ്. അതിൽ നമ്മൾ കൈകളും കാലുകളും ഒരുമിച്ച് നമ്മൾ മുമ്പിലേക്ക് ജസ്റ്റ് ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. കൈകൾ നീട്ടിപ്പിടിക്കുമ്പോൾ ഇങ്ങനെ നന്നായിട്ട് വിടർത്തി പിടിക്കണം. കാലുകൾ ഇങ്ങനെ വിരലുകളിൽ കുത്തിവെക്കുക. ലെഫ്റ്റ് കൈ നമ്മൾ ഇങ്ങനെ വെച്ചാൽ മതി, സാധാ ഇങ്ങനെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ 1 2 ഇങ്ങനെ ചെയ്യുക. അതുപോലെ കൈകളും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. 1 2 പറഞ്ഞിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ ഒന്ന് കറങ്ങുക. നാദം കഴിഞ്ഞിട്ട് ജസ്റ്റ് കൈകൾ ഇവിടെ കൊണ്ടുവന്ന് ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. 1 2 കറങ്ങുക. പിന്നീട് റൈറ്റ് സൈഡിലേക്ക് കൈകളും കാലുകളും ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. എന്നിട്ട് തിരിച്ചു കൊണ്ടുവരാം. അപ്പോ അരമണ്ഡലത്തിലിരിക്കുക. ഓക്കെ, എങ്ങനെയാണ് 1 2. അതിനുശേഷം കൈകൾ രണ്ടും മുന്നിലേക്ക് നീട്ടുക. കൈകൾ മുന്നിലേക്ക് നീട്ടുമ്പോൾ കാലുകൾ ഇങ്ങനെ ഒന്ന് ഉയർത്തി കൊടുക്കുക. തിരിച്ചു വരുമ്പോൾ താഴ്ത്തുക. അതായത് രണ്ട് കാലുകളും ജസ്റ്റ് വിരലുകളിൽ ഇങ്ങനെ ഉയർത്തി കൊടുക്കുക, താഴ്ത്തുക. ഇങ്ങനെയാണ് 1 2 1 2 3 1 2 1 2. ഇങ്ങനെയാണ് അത് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ലെഫ്റ്റ് കൈ വെച്ചും ചെയ്യണം. അതിനുശേഷം വീണ്ടും 1 2 കറങ്ങി, പിന്നെ 1 2 പിന്നെ 1 2. ഇങ്ങനെ രണ്ട് സൈഡിലേക്കായിട്ട് ചെയ്യാം. നഗൃദാന ധീരനാന തര ധീ ത ന. ഇതും നഗൃദാന ധീരനാന ധന ധീ ത ന. അങ്ങനെ വരും. അതിനുശേഷം വരുന്നത് വീണ്ടും ശിവകരടമരുകലയമായി നാദമെന്നുള്ള ലൈൻസ് തന്നെയാണ്. അതിന് ശിവകര എന്നുള്ള വേർഡ് വരുമ്പോ തന്നെ നമ്മൾ കൈകളും കാലുകളും ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, ശിവകര. പിന്നീട് ധമരുക. ധമരുകക്ക് ഇങ്ങനെ തന്നെ നിൽക്കുക. കാലുകൾ താഴ്ത്തണ്ട, കൈകൾ മാത്രം ചേഞ്ച് വരുത്തുക. കൈകൾ ജസ്റ്റ് ഇങ്ങനെ ഡമരു പിടിക്കും പോലെ റൈറ്റ് കൈയില് ഇങ്ങനെ പിടിക്കുക, ലെഫ്റ്റ് കൈയില് ഇങ്ങനെ വിടർത്തി പിടിക്കുക. ഓക്കെ, റൈറ്റ് കൈയില് ഇങ്ങനെയും ലെഫ്റ്റ് കൈയില് ഇതുപോലെ പിടിക്കുക. എങ്ങനെയാണ് ശിവകര ധമരുക, പിന്നീട് ലയമായി നാദം. പിന്നീട് കാലുകൾ താഴ്ത്തിയിട്ട് ഇങ്ങനെയല്ലേ ഉള്ളത്. രണ്ട് കൈകളെയും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴുക്കുക. ലയമായി പിന്നെ നാദം. നേരത്തെ പിടിച്ച പോലെ തന്നെ ജസ്റ്റ് നമ്മൾ ഒന്ന് അനങ്ങി കൊടുക്കുക. പിന്നെ വരുന്നത് ഋതുപദഗതിയുടെ. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 1 2 കാലുകളും കൈകളും ഒരുമിച്ച് വരുത്തുക. ലെഫ്റ്റ് കൈ ഇങ്ങനെ വെച്ചാൽ മതി. കാലുകൾ ജസ്റ്റ് 1 2 ഇങ്ങനെ ഉയർത്തി കൊടുക്കുക. കൈകൾ അതുപോലെ തന്നെ ജസ്റ്റ് 1 2. അതിനുശേഷം മുന്നിലേക്ക് 2 സ്റ്റെപ്പ് നടക്കുക. 1 2. പിന്നെ താളം. ജസ്റ്റ് നമ്മുടെ ഈ കൈപ്പത്തി മാത്രം ജസ്റ്റ്
ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. ആ ഒരു കൈപ്പത്തി അനക്കുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് മുഖവും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക, സ്മൈൽ ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഋതുപദ ഗതിയുടെ നടയായി താളം. ശേഷം വരുന്നതാണ് സാഗരചലനം. സാഗരചലനം എന്ന് പറയുമ്പോൾ നമ്മൾ റൈറ്റ് കാലിട്ട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ വെക്കുക, ചെറുതായിട്ട് ആ ഒരു കാലിലേക്ക് ചെറുതായിട്ടൊന്ന് ഇരുന്ന് കൊടുക്കുക. അപ്പൊ കൈകൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കുക. സാഗരചലനം. അത് കഴിഞ്ഞിട്ട് ഈ കൈകൾ ഇങ്ങനെ പിടിക്കുക, ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. എന്നിട്ട് രണ്ട് കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് ഒന്ന് കറങ്ങാം. ഇങ്ങനെയാണ് സാഗരചലനം എന്ന് പറഞ്ഞിട്ടിരിക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യുക. രണ്ട് കൈകളും ഇവിടുന്ന് ഇങ്ങനെ എടുക്കുക, മുകളിലേക്ക് കൊണ്ടുപോകുക, തിരികെ ഇവിടെ തന്നെ കൊണ്ടുവരിക. ആ സമയത്ത് നമ്മളൊന്ന് കറങ്ങാം. കാലുകൾ ഇങ്ങനെ എടുക്കുക, കറങ്ങാം. അതിനുശേഷം വരുന്നത് പ്രകൃതിയിൽ അനഘജതികളായി. അത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുക. കൈകൾ മുകളിൽ കൊണ്ടുപോയി സൈഡിൽ കൊണ്ടുവന്ന് തിരികെ ഇവിടെ കൊണ്ടുവരിക. പിന്നെ അനഘജതി കളായി. ഓക്കെ, ഇങ്ങനെയാണ് ജസ്റ്റ് ഈ കൈകൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. അപ്പൊ കാലുകൾ അതുപോലെ തന്നെ ഇങ്ങനെ ഉയർത്തിയിട്ട് ജസ്റ്റ് 1 2 മുന്നിലേക്ക് ചെയ്യുക, പിന്നെ ബാക്കിലേക്ക് ഒന്നിങ്ങനെ ചെയ്യുക, ഉയർത്തി കൊടുക്കുക 1 2, പിന്നീട് ബാക്കിലോട്ടേക്ക് കറങ്ങാം. ബാക്കിലോട്ടേക്ക് കറങ്ങിയിട്ട് നമ്മുടെ റൈറ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് കൈയും റൈറ്റ് കാലും സൈഡിലോട്ടേക്ക് നീട്ടുക. ഇങ്ങനെയാണ് 1 പിന്നെ 2. മനസ്സിലായോ? നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത്. അവിടുന്ന് നമ്മൾ കൈകള് നെഞ്ചിന് നേരെ കൊണ്ടുവരിക, കൈയും കാലും ഒരുമിച്ച് നീട്ടുക. അതിനുശേഷം ഈ കാലെടുത്ത് ബാക്കിൽ വെക്കുക, മുന്നിലേക്ക് കറങ്ങുക, രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കുക. ലെഫ്റ്റ് കൈ മുകളില്, റൈറ്റ് കൈ നെഞ്ചിന് നേരെ പിടിക്കുക. നമ്മൾ ലെഫ്റ്റ് കൈയിലേക്ക് നോക്കുക. ഓക്കെ, പ്രകൃതിയിൽ അനഘജതികളായി പിന്നെ അതിനുശേഷം വരുന്നതാണ് വനലത ഇളകും. വനലത ഇളകും നമ്മൾ സൈഡിലോട്ടൊന്ന് മൂവ് ചെയ്തുകൊണ്ട് ചെയ്യേണ്ട സ്റ്റെപ്പാണ്. വനലത ഇളകും, ജസ്റ്റ് ഇങ്ങനെ പോവുക. അപ്പൊ കൈകളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഇങ്ങനെ ഒന്ന് കാണിക്കുക. ആദ്യം ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, പിന്നീട് രണ്ട് കൈകളും താഴോട്ടേക്കൊന്ന് കൊണ്ടുവരിക. ഓക്കെ, ജസ്റ്റ് സൈഡ് ചെരിഞ്ഞിട്ട് 1 2 3 എന്ന് പറഞ്ഞിട്ട് സൈഡിലേക്കൊന്ന് പോവുക. വനലത ഇളകും, പിന്നീടാണ് ലയഗതി പവന നടകളായി. ജസ്റ്റ് മുഖത്ത് കൈകൾ ഇങ്ങനെ വെച്ച് മുഖത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുക. രണ്ട് കൈകളും ജസ്റ്റ് മുകളിൽ കൊണ്ടുപോയി ഇങ്ങനെ ചെയ്ത്, പിന്നീട് ലെഫ്റ്റ് കൈ ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, റൈറ്റ് കൈയിൽ ഇങ്ങനെ പിടിച്ച് നെഞ്ചിന് നേരെ കൊണ്ടുവരിക. ലെഫ്റ്റ് കൈയിലേക്ക് നോക്കുക, കറങ്ങിക്കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ലയഗതി പവന നടകളായി. അതിനുശേഷം വരുന്നതാണ് എന്ന് പറയുന്ന സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് 1 2 ഇങ്ങനെ വരിക. ഇത് കൈകള് ജസ്റ്റ് ഇങ്ങനെ ഉയർത്തുക, ഇങ്ങനെ താഴ്ത്തുക, അതുപോലെ ഉയർത്തുക, താഴ്ത്തുക. രണ്ട് സൈഡിലേക്കായിട്ടും ചെയ്യുക. അത് നമ്മൾ ലെഫ്റ്റിൽ ചെയ്യുക. അതുപോലെ തന്നെ കാലുകൾ ഇങ്ങനെ ഉയർത്തുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക. അതുപോലെ റൈറ്റ് സൈഡിലും റൈറ്റ് കാൽ ഉയർത്തുക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് വെക്കുക. ഒന്ന് ഉയർത്തിയിട്ട് എടുത്ത് വെക്കുക. 1 2. അതിനുശേഷം ജസ്റ്റ് കൈകള് മുകളിലേക്ക് കൊണ്ടുവരിക. അപ്പൊ നമ്മൾ രണ്ട് കാലും വിരലുകളിൽ നിൽക്കുക, രണ്ട് കാലിന്റെ വിരലുകൾ നിന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തു കൊടുക്കുക. വരണം. എന്നിട്ട് അതിനുശേഷം 1 2 3 കാലുകള് 1 2 എന്ന് ചവിട്ടുക, പിന്നീട് ജസ്റ്റ്
ഉയർത്തുക. അതുപോലെ തന്നെ കൈകൾ 1 2 3. കൈകൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് 1 2 3. കാലുകൾ ഉയർത്തുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ഒന്ന് നോക്കുക. അതിനുശേഷം വീണ്ടും ശിവഗരുഡ മുരുക ലൈന് വരികയാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത്, അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ കൈകൾ ഇങ്ങനെ നെഞ്ചിന് നേരെ പിടിക്കുക. അതിനുശേഷം ലയമായി നാദം. ഇങ്ങനെയാണ്. ജസ്റ്റ് 1 2. ആദ്യം റൈറ്റ് ചെയ്യുക, പിന്നെ വീണ്ടും 1 2 ലെഫ്റ്റ് ചെയ്യുക. അപ്പൊ കാലുകൾ ജസ്റ്റ് 1 2 1 2 ചെയ്യാം. ഇങ്ങനെ ചെയ്യാം. ലയമായി നാദം. പിന്നെ അവിടുന്ന് ഋതുപദഗതിയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് കൈകള് ഇങ്ങനെ എടുക്കുക, ബാക്കിൽ തിരിയുക. ഋതുപദ ഗതിയുടെ നടയായി താളം. നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത്, അവിടുന്ന് കൈകള് ഇങ്ങനെ എടുത്ത് മുകളിൽ പിടിക്കുക. മുകളിൽ പിടിക്കുമ്പോൾ ഇങ്ങനെ 3 വിരലുണ്ടല്ലോ, ഈ 3 വിരൽ ഇങ്ങനെ കൂട്ടിയിട്ട് പിടിക്കുക. ഈ 2 വിരൽ ഇങ്ങനെ ഉയർത്തി പിടിക്കുക. 2 കൈകളിലും സെയിം തന്നെയാണ് പിടിക്കേണ്ടത്. ജസ്റ്റ് ഇങ്ങനെയുള്ളത് ഇങ്ങനെ മുകളിൽ കൊണ്ടുവരാം. പിന്നെ രണ്ടാമത്തെ കൈ മുകളിലേക്ക് കൊണ്ടുവരാം. പിന്നെ അവിടുന്ന് 2 കൈകളും ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, അത് ബാക്കിൽ തിരിച്ചാണ് ചെയ്യേണ്ടത്. 1 2 3 4. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇരിക്കാം. ജസ്റ്റ് ഇവിടുന്ന് കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇരിക്കുക. അപ്പൊ കാലുകള് നമ്മുടെ ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാല് വിരലുകൾ കുത്തിയിട്ട് ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. പിന്നീട് വരുന്നതാണ് നാഗർദാന ധീരാനാന. അപ്പൊ ജസ്റ്റ് നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത്, അവിടുന്ന് കൈകളും കാലുകളും റൈറ്റ് സൈഡിലേക്ക് നീട്ടുക. 1 പിന്നെ 2. അത് നീട്ടുക, തിരിച്ചുകൊണ്ടുവരാം. പിന്നീട് രണ്ടാമത്തെ പ്രാവശ്യം കൈകള് കാലുകളിലൊന്ന് മുട്ടിക്കുക, എന്നിട്ട് മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കുക. ശേഷം മുന്നിലേക്ക് 2 സ്റ്റെപ്പ് നടക്കുക. 1 2. കൈകള് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ഇങ്ങനെ ഒഴുക്കി കൊടുക്കുക. 2 സ്റ്റെപ്പ് 1 2 ഇങ്ങനെ ഒന്ന് ചെയ്യാം. അതിനുശേഷം വീണ്ടും അത് തന്നെയാണ് നാഗർദാന ധീരനാന. പിന്നെ നമ്മൾ ബാക്കിൽ തിരിയ സെയിം സ്റ്റെപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആദ്യം 1 2 എന്ന് പറഞ്ഞ മുന്നിൽ തന്നെയാണ് ചെയ്ത്. രണ്ടാമത്തേതിന് നമ്മൾ 1 2 എന്ന് പറഞ്ഞ് ബാക്കിൽ തിരിഞ്ഞിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത്. നമ്മളിപ്പം ഇങ്ങനെയല്ലേ ഉള്ളത്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഒരു മ്യൂസിക് പോർഷൻ ആണ്. അപ്പൊ നമ്മൾ അതിൽ മുന്നിലേക്ക് കറങ്ങാം. 1 2 ഇങ്ങനെ വരിക. എങ്ങനെയാണ്? ഇങ്ങനെയല്ലേ ഉള്ളത്. കാലുകളും കൈകളും ഇങ്ങനെ നീട്ടി പിടിക്കുക. 1 2 3. ആദ്യം നമ്മൾ റൈറ്റ് കാലെടുത്ത് വെച്ചു, പിന്നീട് ലെഫ്റ്റ് കാലെടുത്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? 1 2 3 4. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? കൈകൾ ഇവിടെ കൊണ്ടുവരിക, ലെഫ്റ്റ് കൈ ഇങ്ങനെ വയ്ക്കുക, 2 തവണ സൈഡിലേക്ക് ജമ്പ് ചെയ്യാം. 1 2. ഓക്കെ, കൈകൾ ജസ്റ്റ് മുകളിലേക്ക് കൊണ്ടുവരിക, സൈഡിലേക്ക് കൊണ്ടുവരിക, തിരിച്ചു കൊണ്ടുവരിക. കാലുകൾ ജസ്റ്റ് 1 2 ഇങ്ങനെ 1 2 എന്ന് പറഞ്ഞ് ജമ്പ് ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് വീണ്ടും ജസ്റ്റ് 1 2 എന്ന് ചെയ്യാം. അതിനുശേഷം 2 കൈകളും ഇവിടെ കൊണ്ടുവരിക, എന്നിട്ട് 2 കൈകളും നീട്ടി പിടിക്കുക. റൈറ്റ് കാല് ഈ ഒരു കോർണറിലേക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കറങ്ങാം. ഇങ്ങനെ ഒന്ന് കറങ്ങിയിട്ട് വരിക. അപ്പൊ അതിനുശേഷം ഈ ഒരു മ്യൂസിക് ആണ് വരുന്നത്. അവിടെ എങ്ങനെയാണ് ചെയ്യേണ്ടത്? 2 കൈകളും ഇങ്ങനെ പിടിക്കുക. ജസ്റ്റ് നമ്മുടെ റൈറ്റ് കാല് മാത്രം ഇങ്ങനെ ഉയർത്തുക. 1 2. 2 കൈകൾ ഇങ്ങനെ ഉയർത്തുക, താഴ്ത്തുക. ജസ്റ്റ് 1 2. അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് കൈ എടുത്ത് ഈ 3 വിരല് ഇങ്ങനെ പിടിച്ച് തലയുടെ മുകളിലായിട്ട് പിടിക്കുക. ഇങ്ങനെ തിരിച്ചു പിടിക്കുക. റൈറ്റ് കൈയില് സെയിം മുദ്ര
നെഞ്ചിന് നേരെ പിടിക്കുക. ജസ്റ്റ് 1 2 3. ആ ഒരു മ്യൂസിക് വളരെ സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് 1 2 3 ഈ ഒരു സ്പീഡിൽ ചെയ്യുക. കൈകള് നീട്ടുമ്പോൾ അറിയാലോ, ഇങ്ങനെ പിടിക്കണം. കൈകളും കാലുകളും ഒരുമിച്ച് നീട്ടുക. അതിനുശേഷം ലെഫ്റ്റ് കാല് ചവിട്ടുക. അതിനുശേഷം കൈകൾ തിരിച്ചു കൊണ്ടുവരിക, റൈറ്റ് കാല് തിരിച്ചു കൊണ്ടുവരിക. ഓക്കെ, അപ്പോ സെയിം സ്റ്റെപ്പ് നമ്മൾ ലെഫ്റ്റിലും ചെയ്യണം. അതുപോലെ തന്നെ 1 2 ചെയ്യുക. റൈറ്റ് കൈ തലയുടെ മുകളിലായിട്ട് വെക്കുക. ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെ കൊണ്ടുവരിക. 1 2 3. അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് ജസ്റ്റ് നവരസനീളം. ജസ്റ്റ് എന്ത് ചെയ്യണം, ഈ കാലെടുത്ത് ഇങ്ങനെ വെക്കുക. അതിന്റെ കൂടെ തന്നെ കൈകൾ ജസ്റ്റ് 2 തവണ ചെറുതായിട്ടൊന്ന് താളം പിടിക്കാം. 1 2 3 4. റൈറ്റ് കൈ ജസ്റ്റ് ചെണ്ട കൂട്ടുമ്പോൾ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് കൈ കൂട്ടി കൊടുക്കുക. ഇവിടെ വരുന്നതാണ് ലയകരഭാവം. ഇങ്ങനെയാണ് 2 കൈകളിലും ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു താടിയുടെ താഴെയായിട്ട് 2 തവണ ഇങ്ങനെ ചെയ്യാം. ലയകര. പിന്നീട് ഈ കൈ ചെവിടെടുത്ത് കൊണ്ടുവന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിച്ചിട്ട് ഇങ്ങനെ ചെയ്യാം. കണ്ണുകൾ അടയ്ക്കാം. ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. അപ്പൊ നമ്മൾ കാലുകൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 1 2 3 4. അതിനുശേഷം അറിയാം, മുന്നിലേക്ക് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കുക. കൈകൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം റൈറ്റ് കൈ എടുത്ത് ഇങ്ങനെ ഒന്ന് കാണിക്കുക. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കാണിക്കുക. അറിയാ കനവിൽ, പിന്നെ അറിയാ കനവിൽ, പിന്നെ ഒരു താളം. അപ്പൊ നമ്മൾ ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് നടക്കാം. നമ്മൾ നേരത്തെ ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വന്നില്ലേ, അതുകൊണ്ട് നമുക്ക് ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് പോവാം. 1 2 3 1 2 3. ജസ്റ്റ് നമ്മുടെ ഷോൾഡർ കൂടി ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. പിന്നെ അവിടെ ചെറിയൊരു മ്യൂസിക് പോർഷൻ വരുന്നുണ്ട്. അതിൽ വരുന്നതാണ് അത് കുറച്ച് സ്പീഡിൽ ചെയ്യണം. ഞാൻ എങ്ങനെയാന്ന് കാണിച്ചു തരാം. 2 കൈകളും സൈഡില് ഇങ്ങനെയൊന്ന് ചെയ്യാം. ഈ ഒരു സൈഡിൽ കൊണ്ടുവച്ച് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. ഇങ്ങനെ നീട്ടുക. 2 തവണ ചെയ്യാം. ജസ്റ്റ് ഇവിടുന്ന് ഇങ്ങനെ ചെയ്യുക. ലെഫ്റ്റ് കൈ മുകളിൽ, റൈറ്റ് കൈ താഴെയായിട്ട് പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം ഒന്നുകൂടി. അതിനുശേഷം നമ്മൾ തിരിഞ്ഞ് റൈറ്റ് സൈഡിൽ ചെയ്യാം. കാലുകളും സെയിം സ്പീഡിൽ ചെയ്യാം. 1 2 1 2 1. ഇങ്ങനെ സ്പീഡിൽ പോകും. ഇങ്ങനെ 1 2 1 2 1. കുഴപ്പമൊന്നുമില്ല. ഒരു 2-3 തവണ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ അത് ഈസി ആയിട്ട് മാറും. അപ്പൊ നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത് അങ്ങനെ ഒരു ലൈനാണ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം, ജസ്റ്റ് നമ്മളിങ്ങനെ നിൽക്കുക. കൈകൾ രണ്ടും തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ വിടർത്തി ക്രോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് കൈ നമ്മുടെ ഇവിടെ തന്നെ വയ്ക്കാം. ഓക്കെ, ഇങ്ങനെയാണ്. ജസ്റ്റ് എന്ത് പറയാ, നമ്മൾ ചെറുതായിട്ടൊന്ന് മുഖന്ന് അനക്കി കൊടുക്കാം. പിന്നീട് ലയകരഭാവം 2 വിരലിങ്ങനെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അനക്കി കൊടുക്കുക. അതിനുശേഷം റൈറ്റ് കൈ ഇങ്ങനെ വിടർത്തി പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന്, അപ്പൊ നമ്മൾ ഈ കൈകളിലേക്ക് നോക്കുക. എന്നിട്ട് മുന്നിലേക്ക് കോർണറിലേക്ക് നോക്കുക. 1 2 3. പിന്നെ എന്താണ്, ഒരു കിരണം. ഇങ്ങനെ വരുന്നത് നമ്മുടെ ഈ ഒരു ചെറുവിരലുണ്ടല്ലോ, ഈ ചെറുവിരല് കണ്ട് താഴെ ഇങ്ങനെ കാണിക്കാം മിഴിയിൽ. പിന്നീട് നമ്മൾ റൈറ്റ് സൈഡിലേക്ക് ജസ്റ്റ് ഒന്ന് ചെരിഞ്ഞു നിൽക്കുക. പതിയാൻ. പിന്നെ ഒരു കിരണം. ഇങ്ങനെയാണ് കൈകള് ഇങ്ങനെ എടുക്കാൻ. റൈറ്റ് കൈ മുകളിലും ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെയായിട്ട് പിടിക്കാം. റൈറ്റ് കൈയിലേക്ക് നോക്കുക. ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കുക. പിന്നീട് സെയിം സ്റ്റെപ്പിൽ നേരത്തെ കളിച്ചില്ലേ, അത് തന്നെയാണ് ചെയ്യേണ്ടത്.
പിന്നീട് വരുന്നത് ജസ്റ്റ് കൈ ഇങ്ങനെ വെക്കുക, എന്നിട്ട് ജസ്റ്റ് മുഖപടമാഭരണം. എന്ത് ചെയ്യണം? കാലുകള് ഇങ്ങനെ എടുക്കുക, തിരിച്ചു വെക്കുക, എടുക്കുക, തിരിച്ചു വെക്കുക, അങ്ങനെ 4. അതായത് മുട്ട ഈ ഒരു സൈഡിലേക്കായിട്ട് വെക്കുക. ഇപ്പൊ എടുക്കുമ്പോൾ മുട്ട മുന്നിലല്ലേ ഉള്ളത്, ആ മുട്ടിനെ സൈഡിലേക്ക് തിരിച്ചിട്ട് വെക്കുക. ഓക്കെ, എടുക്കുക, മുട്ട സൈഡിലേക്ക് തിരിക്കുക, വെക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ ജസ്റ്റ് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? കൈകൾ ഇങ്ങനെ വെച്ചുകൊണ്ട് 2 സ്റ്റെപ്പ് നടക്കുക. അതിനുശേഷം ആഭരണം, കൈ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ചെയ്യാം. ആഭരണം ഇങ്ങനെ ചെയ്യാം. പിന്നെന്താണ്? കരളിലെ കഥനവും കാവ്യമയും. അതിനെന്ത് ചെയ്യണം? ജസ്റ്റ് അപ്പൊ നമ്മൾ ഇങ്ങനെ ഉണ്ടാവുക, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്യാം. കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കാം. കരളിലെ കഥനവും. അത് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തില്ലേ, അത് നമുക്ക് കുറച്ച് നീട്ടി പിടിച്ചിട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. കാലുകൾ സ്റ്റെപ്പ് അതന്നെ. കഥനവും. പിന്നീട് കാവ്യമയം. ജസ്റ്റ് ഈ വിരലെടുത്തിട്ട് നമ്മുടെ ഈ ലെഫ്റ്റ് കൈയിൽ ഇങ്ങനെ എഴുതും പോലെ കാണിക്കുക. കാവ്യമയം. ഈ കൈ ഉണ്ടല്ലോ ഇങ്ങനെ തിരിച്ചു പിടിക്കുക, എന്നിട്ട് ജസ്റ്റ് 1 2 3. കാലുകള് 1 2 3. ഇങ്ങനെയാണത്. കരളിലെ കഥനവും കാവ്യമയം. അതിനുശേഷം എന്താണ്? തകധിമി തകധിമി ദീപ്തതോ. അതിനുശേഷം വരുന്നത് നേരത്തെ നമ്മൾ ചെയ്തില്ലേ, സെയിം സ്റ്റെപ്പാണ്. തകധിമി തകധിമി ധീപ്തതോ. നേരത്തെ നമ്മൾ ചാടിയില്ലേ 2 തവണ, അത് സെയിം സ്റ്റെപ്പ് തന്നെയാണ്. 1 2 ചെയ്യുക. അതിനുശേഷം നമ്മൾ താഴേക്ക് കാണിക്കുക, 2 കൈകളും ഇവിടെ എടുത്ത് പിടിക്കുക, താഴേക്ക് കുനിയുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് കാലിട്ട് നമ്മൾ മുന്നിലേക്ക് വെക്കുക, ഇങ്ങനെ മടമ്പില് കുത്തിയിട്ട് വെക്കുക. 1 ശേഷം തിരികെ വരിക, കൈകൾ 2 അപ്പോ ഇങ്ങനെ പിടിക്കുക, കാലുകൾ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ ചെയ്യാം. 2 കൈകളും ഇങ്ങനെ പിടിക്കുക. റൈറ്റ് കൈ മുകളിലേക്കും ലെഫ്റ്റ് കൈ താഴേക്കും പിടിക്കുക. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് കാല് ലെഫ്റ്റ് സൈഡിലേക്ക് മടമ്പിൽ കുത്തിയിട്ട് ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡിലേക്ക് നോക്കണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ കാലുണ്ടല്ലോ ഇങ്ങനെ തിരിച്ചു വെക്കുക. നമ്മളിപ്പോ മടമ്പിൽ കുത്തിയിട്ടല്ലേ ഉള്ളത്, ആ മടമ്പിൽ കുത്തിയ കാല് തിരിച്ച് വിരലുകളിൽ കുത്തിയിട്ട് വെക്കുക. അപ്പൊ നമ്മുടെ ഇങ്ങനെ ഇരുന്ന കൈ ഉണ്ടല്ലോ ഇങ്ങനെ പിടിക്കുക, നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുക. ഈ 2 കൈകളും ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെയല്ലേ ഉണ്ടായിരുന്നേ, അതിനെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ ഉണ്ടായിരുന്നതിനെ ഇങ്ങനെ പിടിക്കുക. അപ്പൊ എങ്ങനെയാണത്? 1 2 3 4. അപ്പൊ തകധിമി തകധിമി ധീപ്തതോ. സെയിം സ്റ്റെപ്പ് തന്നെയാണ്. ധിമിതക ധിമിതക താന്തതോ. സെയിം സ്റ്റെപ്പ്. ധിമിതക ധിമിതക താന്തതോ. പിന്നീട് വരുന്നതാണ് നവനവയുഗ നടകളിലൊഴുകും. റൈറ്റ് കൈയെടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക. നമ്മൾ ജസ്റ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ചെയ്യുക, തിരിച്ച് ഷോൾഡറിൽ കൊണ്ടുവന്ന് വയ്ക്കുക. പിന്നീട് ലെഫ്റ്റ് കൈ എടുക്കുക, റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോവുക, തിരിച്ച് ഷോൾഡറിൽ വയ്ക്കുക. 1 2. പിന്നീട് 1 2 3. ഒരു കൈ ഈ ഒരു രീതിയിൽ പിടിക്കുന്നു, മറ്റേ കൈ ഓപ്പൺ ചെയ്ത് പിടിക്കുക. പിന്നീട് ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ റൈറ്റ് കൈ ഓപ്പൺ ചെയ്യുക. അങ്ങനെ ചെയ്യാം. ഇങ്ങനെയാണ്. ജസ്റ്റ് 1 2 3. അതിനുശേഷം ഒന്ന് കറങ്ങുക. ഈ കൈ മുകളിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കുക. ഇങ്ങനെ കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കുക. അപ്പൊ ഇങ്ങനെയാണ് നവയുഗ നടകളിൽ ഒഴുകും. ഇപ്പൊ ഞാനിപ്പോ കാണിച്ച പോലെ സിമ്പിൾ ആയിട്ട് കളിക്കാൻ പറ്റുന്ന സ്റ്റെപ്പ് അല്ല, വളരെ സ്പീഡിൽ പോകുന്ന ഒരു സ്റ്റെപ്പാണ്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾക്ക് ആ ഒരു സ്പീഡിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഒരു കറക്കുണ്ടല്ലോ അത് ഒഴിവാക്കാം. ജസ്റ്റ് ഇത് മാത്രം കളിച്ചാൽ മതി. നവയുഗ നടകളിൽ ഒഴുകും. ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നിർത്താം, ആ ഒരു കറക്കം ഒഴിവാക്കാം. അപ്പൊ അതിനുശേഷം പിന്നെ വരുന്നത് പെരിയുടെ പെരിയിടത്തും. അതിന് നമ്മൾ ചെയ്യേണ്ടത്
നമ്മൾ അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് കാലുകൾ ആദ്യം കാണിച്ചു തരാം. 1 2 3, പിന്നീട് 1 2 3 ഇങ്ങനെ ചെയ്യാം. കൈകള് 1 2 3 1 2 3. അതായത് റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് കൈ ഉയർത്തി പിടിക്കുക, ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെ തന്നെ പിടിച്ചാൽ മതി. രണ്ട് കൈയും ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്യാം. ഇങ്ങനെ ഒന്ന് ചെയ്യാം, തിരികെ കൊണ്ടുവരിക. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് കൈ ഉയർത്തി പിടിക്കുക, റൈറ്റ് കൈ നെഞ്ചിന് നേരെ പിടിക്കുക. ഇങ്ങനെ ഇങ്ങനെ ഒന്ന് തിരിക്കുക, തിരിച്ചു കൊണ്ടുവരിക. അതുപോലെ തന്നെ നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ റൈറ്റിൽ നോക്കുക, ഫ്രണ്ടിലേക്ക് നോക്കുക. ലെഫ്റ്റ് ചെയ്യുമ്പോൾ ലെഫ്റ്റിലേക്ക് നോക്കുക, ഫ്രണ്ടിലേക്ക് നോക്കുക. അപ്പൊ കൈയും കാലും ഒരുമിച്ച് ചെയ്യുമ്പോൾ 1 2 3 1 2 3. അപ്പൊ നമ്മൾ സ്പീഡിൽ ചെയ്യണം. 1 2 3 1 2 3. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബാക്കിൽ തിരിഞ്ഞു നിൽക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. കൈകൾ ഇങ്ങനെ ഒഴുക്കി കൊടുക്കുക. ഹിമജല തരളിത ഗംഗേ. മനസ്സിലായോ എങ്ങനെയാണെന്ന്? നമ്മൾ ഈ കൈകള് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ റൈറ്റ് കാലെടുത്ത് ബാക്കിലേക്ക് വെക്കുക. ഇങ്ങനെയാണ് 1 2. ഈ രണ്ട് കൈകളും ഇങ്ങനെയൊന്ന് ഒഴുകി കൊടുക്കുക. റൈറ്റ് കൈ തലയുടെ മുകളിലും ലെഫ്റ്റ് കൈ ജസ്റ്റ് താഴേക്ക് കൊണ്ടുവരിക. മുകളിൽ നിന്ന് താഴേക്ക് കൊണ്ടുവരിക. നമ്മൾ ലെഫ്റ്റ് കാലിനോട് റൈറ്റ് കാല് ചേർത്ത് വിരലുകളിൽ കുത്തിവെക്കുക. ചില ഹിമജല തരളിത ഗംഗ. പിന്നെ വീണ്ടും തിരിയിട. അതിനുശേഷം വരുന്നത് പിന്നെ നാഗർദീന 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 താം തീ തോ. ആ സ്റ്റെപ്പാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് ഈ കൈ ഉണ്ടല്ലോ, ജസ്റ്റ് 1 2 1 2 ചെയ്യാം. ഈ കൈ ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മുടെ കാല് ഔട്ട് സൈഡിലേക്ക് പോകുമ്പോൾ കൈകൾ ഇങ്ങനെ ചെയ്യുക. തിരിച്ചു വരുമ്പോ ഇങ്ങനെ, പോകുമ്പോ ഇങ്ങനെ, തിരിച്ചു വരുമ്പോ ഇങ്ങനെ. കാരണം നാഗർദീന 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 താം തീ തോ തോ തോ. എന്താണ്? അതിനുശേഷം നമ്മുടെ ലെഫ്റ്റ് കൈ നീട്ടി പിടിക്കുക, റൈറ്റ് കൈ ഇങ്ങനെ പിടിച്ച് നെഞ്ചിന് നേരെ പിടിക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ റൈറ്റ് കാല് 1 2 എന്ന് ചവിട്ടാം. അപ്പൊ കൈകൾ ജസ്റ്റ് ഇങ്ങനെ അനക്കി കൊടുക്കുക. 1 2. അതിനുശേഷം കൈകൾ രണ്ടും ഇങ്ങനെ ഹിപ്പിൽ വെക്കുക. എന്നിട്ട് 1 2 3 4 നമ്മള് മടമ്പ് കൊണ്ട് ഇങ്ങനെ ചെയ്യാം. 1 2. പിന്നീട് ബാക്കിൽ ജസ്റ്റ് ഒന്ന് കുത്തുക. എന്നിട്ട് തിരികെ ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. 1 2 3 4 5 6 ഇങ്ങനെ വരും. പിന്നീട് വരുന്ന സ്റ്റെപ്പാണ് നാഗർദാന ധീരനന ധരധീതന. നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് രണ്ട് കൈകളും ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് അത് നമുക്ക് റൈറ്റ് കാലുകൊണ്ട് ചെയ്യാം. നാഗർദാന ധീരനന തിന ധീ ത ന. എങ്ങനെയാണ്? രണ്ട് കൈകൾ ഇങ്ങനെ പിടിച്ചില്ലേ? നമ്മുടെ ഈ റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് നീട്ടുക, തിരികെ കൊണ്ടുവരിക. പിന്നീട് ബാക്കിൽ എടുത്ത് വെക്കുക. നമ്മൾ ബാക്കിലേക്ക് കറങ്ങാം. മനസ്സിലായോ? 1 2. പിന്നീട് ഈ കാല് ബാക്കിൽ വെക്കാം. എന്നിട്ട് ബാക്കിലേക്ക് കറങ്ങാം. നമ്മുടെ കൈ ഇങ്ങനെയുള്ളത്. അപ്പൊ കറങ്ങുമ്പോൾ ജസ്റ്റ് ഈ കൈ ഉണ്ടല്ലോ, നെഞ്ചിന് നേരെ പിടിക്കുക. ഈ കൈ ഇവിടെ തന്നെ പിടിച്ചാൽ മതി. ജസ്റ്റ് ഇങ്ങനെ വരും. എന്നിട്ട് അതിനുശേഷം ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് 1 2 1 2. ഈ കൈ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ പിടിക്കുക, ഇങ്ങനെ ചെയ്യുക, പിന്നെ ഇങ്ങനെ പിടിക്കുക. നമ്മൾ ഇങ്ങനെ ബാക്കിൽ നിന്നിട്ടാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ കാലുണ്ടല്ലോ, ജസ്റ്റ് 1 2 1 2 എന്ന് എടുത്ത് വെച്ചാൽ മതി. നമ്മളെ എന്താ പറയാ, ഹിപ്പ് ചെറുതായിട്ടൊന്ന് അനക്കി കൊടുക്കുക. അപ്പൊ കാലുകൾ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഹിപ്പ് അനങ്ങിക്കോളും. ജസ്റ്റ് 1 2 1 2. അതിനുശേഷം നമ്മൾ കൈകൾ ഇങ്ങനെ വയ്ക്കുക. സെയിം സ്റ്റെപ്പ്. ലെഫ്റ്റ് കാലെടുത്ത് 1 2. പിന്നെ നമ്മൾ മുന്നിലേക്ക് കറങ്ങി. അതിനുശേഷം ലെഫ്റ്റ് കൈ വെച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് സെയിം സ്റ്റെപ്പ് ചെയ്യുക. 1
2 ഇങ്ങനെ ചെയ്യാം. അപ്പൊ വീണ്ടും ശിവകര മുരുക എന്നുള്ള ലൈൻസ് ആവർത്തിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിന് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. ശിവകര ധമരുക. ഓക്കെ, പിന്നെ ലയമായി നാദം. ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് ഇരുന്ന് കൊടുക്കുക. കാലുകൾ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉയർത്തി വെച്ചിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പൊ ലയമായി നാദം ഇങ്ങനെ ചെയ്തുകൊണ്ട് ഇരിക്കുക. പിന്നെന്താണ് ഋതുപദ ഗതിയുടെ. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ജസ്റ്റ് ആദ്യം റൈറ്റ് കൈ ഇങ്ങനെ എടുത്ത് തലയുടെ മുകളിലായിട്ട് ഇങ്ങനെ തിരിച്ചു പിടിക്കുക. പിന്നെ ലെഫ്റ്റ് കൈ എടുക്കുക, തിരിച്ചു പിടിക്കുക. ഋതുപദ ഗതിയുടെ. പിന്നെ നടയായി താളം. ഇരുന്നെടുക്കുന്ന എഴുന്നേൽക്കുമ്പോ തന്നെ ഇങ്ങനെയല്ലേ കൈയുള്ളത്, അവിടുന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക. പിന്നെ നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുക, കൈ ജസ്റ്റ് ഉണക്കി കൊടുക്കുക, നമ്മുടെ തല ജസ്റ്റ് ഒന്ന് ഉണക്കി കൊടുക്കുക. നടയായി താളം. അതിനുശേഷം വരുന്നത് സാഗര ചലനം. ജസ്റ്റ് ഇങ്ങനെ നിന്നിട്ട് സാഗര ചലനം. ജസ്റ്റ് കൈ ഇങ്ങനെ ഒന്ന് ഒഴുക്കി കൊടുക്കുക. എന്നിട്ട് 2 തവണ മുന്നിലേക്ക് കറങ്ങാം. ഇങ്ങനെയാണ് 1 2 1 2. ജസ്റ്റ് 1 2 1 2. അതിനുശേഷം പിന്നീട് വരുന്നത് പ്രകൃതിയെ അനഘജതികളായി. എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വരിക, ഇങ്ങനെ നീട്ടുക, പ്രകൃതിയെ. പിന്നീട് ഈ 2 കൈയും ഇങ്ങനെ പിടിക്കുക. ഈ ചെവിയുടെ അടുത്ത് കൊണ്ടുവന്നിട്ട് ഒരു കൈ തിരിച്ചു പിടിക്കുമ്പോൾ മറ്റേ കൈ മറിച്ചു പിടിക്കുക. 1 2. അനഘജതികളായി. ജസ്റ്റ് ആ സമയത്ത് ഈ കൈ ഇങ്ങനെ തിരിച്ചു പിടിച്ചാൽ മതി. ഇനി ഇങ്ങനെ തിരിച്ചു പിടിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മുടെ ഈ ഒരു റൈറ്റ് കൈ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കുക. ഓക്കെ, പ്രകൃതിയെ അനഘജതികളായി. എന്നിട്ട് വീണ്ടും കറങ്ങാം. പിന്നെ വരുന്നത് വനലത ഇളവും. അരമണ്ഡലത്തിൽ ഇങ്ങനെ ഒരുപാട് അങ്ങ് ഇരിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ നിന്നാലും മതി. എന്നിട്ട് 2 കൈയിലും ഇങ്ങനെ നമ്മുടെ മോതിരവിരലുണ്ടല്ലോ അതിങ്ങനെ മടക്കി പിടിക്കുക. നെഞ്ചിന് നേരെ പിടിക്കുക. നമ്മുടെ റൈറ്റ് കാലെടുത്ത് റൈറ്റ് സൈഡിൽ വയ്ക്കുക. ലെഫ്റ്റ് കാലെടുത്ത് വെച്ചു. അങ്ങനെ ജസ്റ്റ് 1 2 ചവിട്ടുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ലെഫ്റ്റ് കാലെടുത്ത് വെച്ചു. റൈറ്റ് കാല് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് 1 2 ചവിട്ടുക. ഇങ്ങനെയാണ് വനലത ഇളകും ലയഗതി. ഇങ്ങനെ വരും. 1 2 3 4 1 2 3 4. കൈകൾ ജസ്റ്റ് 1 2. അതിനുശേഷം വരുന്നത് സെയിം മുദ്ര തന്നെ നമ്മൾ സൈഡിലേക്ക് പിടിക്കുക. റൈറ്റ് കൈ റൈറ്റ് സൈഡിലേക്ക് നീട്ടി പിടിക്കുക. ലെഫ്റ്റ് കൈ അപ്പോൾ ജസ്റ്റ് നെഞ്ചിന് നേരെ ഇങ്ങനെ പിടിക്കുക. ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് തിരിക്കുക. ഇങ്ങനെ തിരിച്ചെടുക്കണം. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തിരിക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് കൈ അങ്ങനെ ഇതുപോലെ ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. അതിന് വരുന്ന സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 1 2 1 2 1 2 1 2. നേരത്തെ നമ്മൾ ചെയ്ത് 1 2 1 2 1 2 1 2 ആണ്. പക്ഷെ ഇപ്പം ഈ ഒരു സ്റ്റെപ്പിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? 1 2 1 2. ഏത് കൈയാണോ നമ്മൾ ചെയ്യുന്നത് ആ കൈയുടെ കാലാണ് 1 2 ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ 1 2 1 2. ഓക്കെ, മനസ്സിലായോ? കാണിച്ചു തരാം. 1 2 1 2 1 2 1 2 1 2 1 2 1 2 1 2. ഇങ്ങനെയാണ് അത് വരുന്നത്. ഈ ഒരു സ്റ്റെപ്പ് ആ ഒരു സ്പീഡിൽ ഈ ഒരു താളം ചവിട്ടിട്ട് കളിക്കണമെങ്കിൽ അത്രയും നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഇനി അഥവാ അതിന് ബുദ്ധിമുട്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. ആ ഒരു 1 2 ഉണ്ടല്ലോ, അത് നിങ്ങൾ ഒഴിവാക്കിയിട്ട് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതിന് ശേഷം വരുന്നത് ഇങ്ങനെയാണ് വരുന്നത്. വിരലുകളിൽ 2 കാലും വിരലുകളിൽ വെച്ചിട്ട് കറങ്ങാം. അപ്പൊ കൈകൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. തലയുടെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് കറങ്ങിയിട്ട് മുന്നിലേക്ക് വരുമ്പോൾ നമ്മൾ റൈറ്റ് കൈയിൽ ഇങ്ങനെ പിടിക്കാം. 2 വിരൽ ഇങ്ങനെ മടക്കി പിടിക്കുക. എന്നിട്ട് നമ്മുടെ 3ാമത്തെ വിരല് താഴേക്ക് കൊണ്ടുവരാം. ഈ 2 വിരല് ഇങ്ങനെ തന്നെ വയ്ക്കാം. ഇങ്ങനെ പിടിക്കാം. എന്നിട്ടത്
തലയുടെ മുകളിലായിട്ട് വെക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ കൊണ്ട് ജസ്റ്റ് മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ചെയ്യുക. നമ്മൾ ആ ഒരു സൈഡിലേക്ക് നോക്കുക. അതിനുശേഷം വരുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് വളരെ വളരെ സ്പീഡുള്ള സ്റ്റെപ്പാണ്. ആ ഒരു പാട്ടിൽ കാണിച്ചിരിക്കുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇങ്ങനെ നിൽക്കുക. ജസ്റ്റ് രണ്ട് കൈകളിലും ജസ്റ്റ് ഇങ്ങനെ വെച്ചാലും മതി, അല്ല ഇങ്ങനെ പിടിക്കാം. 1 2 3. നമ്മൾ കൈകൾ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ ഒരു സൈഡിലേക്ക് നീട്ടുക, പിന്നെ ഈ ഒരു സൈഡിലേക്ക് നീട്ടുക, പിന്നീട് തിരിച്ചു കൊണ്ടുവരിക. നമ്മുടെ റൈറ്റ് കൈ എടുത്ത് തലയുടെ മുകളിൽ ഇങ്ങനെ വെക്കുക. അപ്പൊ കാലുകൾ ജസ്റ്റ് 1 2 ചവിട്ടുക, പിന്നെ 3 4 ചെയ്യാം. 1 2 3 4. അതിനുശേഷം വരുന്നത് 1 2 3 4 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ അരമണ്ഡലത്തിൽ ഇരുന്നിട്ട് മുന്നിലേക്ക് കൈകൾ നീട്ടുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കാലുകൾ ഉയർത്തുക, തിരികെ കൊണ്ടുവരിക, കാലുകൾ താഴ്ത്തി വയ്ക്കുക. 1 2 1 2 എന്ന് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? രണ്ട് കൈയിലും ഇങ്ങനെ പിടിക്കുക. നേരത്തെ പിടിച്ചാലും മോതിരവിരല് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് ലെഫ്റ്റ് കൈ നെഞ്ചിന് നേരെ പിടിക്കുക, റൈറ്റ് കൈ മുന്നിലേക്ക് നീട്ടുക, സൈഡിലേക്ക് നീട്ടുക, പിന്നെ ജസ്റ്റ് ബാക്കിലേക്ക് വരിക, തിരിച്ചു വരിക. ലയമായി കഴിഞ്ഞ പാട്, പിന്നെ നാദം. ജസ്റ്റ് നമ്മൾ ഈ രണ്ട് കൈ ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ച് നമ്മൾ ചെറുതായിട്ടൊന്ന് റൈറ്റ് സൈഡിലേക്ക് ചെരിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുന്നുണ്ടോ നോക്കാം. ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ പിടിക്കുക, എന്നിട്ട് ഇങ്ങനെ പിടിച്ചാൽ മതി. സൈഡിലേക്ക് രണ്ട് കൈകളും ഇങ്ങനെ നീട്ടി പിടിക്കുക. അപ്പൊ എങ്ങനെയാണ്? 1 2 3 4 1 2 3 4 1 2 1 2. ഇത്ര വരെയാണ് ചെയ്തത്. അപ്പൊ ശിവകര ഡമരുക ലയമായി നാദം. പിന്നെ അതിനുശേഷം വരുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഋതുപദ. 2 തവണ ചെയ്തു, ഇപ്പം 1 തവണ മാത്രം ചെയ്താൽ മതി. ജസ്റ്റ് ഋതുപദ, പിന്നെ ഗതിയുടെ. ജസ്റ്റ് എന്താ പറയാ, ഇങ്ങനെ ചെയ്തിട്ട് ഈ രണ്ട് കൈകളും ഇവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, എന്നിട്ട് മുകളിൽ കൊണ്ടുപോവുക, തിരികെ ഇങ്ങനെ വരിക. അപ്പൊ ഋതുപദ ഗതിയുടെ നടയായി താളം. നടയായി താളം. നടയായി താളം എന്ന് പറയുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യാം? നമ്മുടെ ലെഫ്റ്റ് കൈ എടുത്ത് ലെഫ്റ്റ് ഷോൾഡറിന്റെ മുകളിൽ ഇങ്ങനെ വയ്ക്കുക, റൈറ്റ് കൈ ജസ്റ്റ് ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ട് അരമണ്ഡലത്തിൽ ഇരിക്കുക. എന്നിട്ട് 1 2 3, പിന്നെ 1 2 3 1 2 3 ചെയ്യാം. ഇങ്ങനെയാണ്. റൈറ്റ് കാല് ഇങ്ങനെ ഉയർത്തി വെക്കുക, ലെഫ്റ്റ് കാല് ചവിട്ടുക, റൈറ്റ് കാല് തിരിച്ചു കൊണ്ടുവരാം. ആദ്യം കുറച്ച് സ്ലോലി ചെയ്യാം. 1 2 3, പിന്നെ 1 2 3 1 2 3. പിന്നെ വരുന്നത് നാഗൃധാന ധീരന. അത് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് സൈഡിലോട്ടേക്ക് പോവുക. 1 2. റൈറ്റ് കാല് റൈറ്റ് സൈഡിലേക്ക് എടുത്ത് വെക്കുക, ലെഫ്റ്റ് കാല് ബാക്കിലേക്ക് എടുത്ത് വെക്കുക. അപ്പൊ കൈകൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്തിട്ട് സൈഡിലേക്ക് നീട്ടുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. മുകളിൽ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിക്കാം. 1 2 3 4. കൈകള് ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്ന് തിരിച്ചു പിടിക്കാം. നാഗർധാന ധീരനന. അപ്പൊ ജസ്റ്റ് നമ്മുടെ മുഖന്ന് അനക്കി കൊടുക്കുക. നാഗർധാന ധീരനന, പിന്നെ ധീരധീ ധ. അവിടുന്ന് എന്ത് ചെയ്യണം? രണ്ട് കൈകളും സൈഡിലേക്ക് ഇങ്ങനെ വിടർത്തി പിടിക്കുക, എന്നിട്ട് നമ്മുടെ ലെഫ്റ്റ് കാൽ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്ത് വയ്ക്കുക, എന്നിട്ട് റൈറ്റ് കാല് അതിന്റെ മുകളിൽ എടുത്ത് വയ്ക്കുക. കൈകൾ ഇങ്ങനെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് വയ്ക്കുക. ഈ ഒരു രീതിയിൽ വിടർത്തിയിട്ട് ക്രോസ് ചെയ്ത് പിടിക്കാം. അപ്പൊ നാഗർധാന ധീരനന ധീര ധീ ധ ന. അതിനുശേഷം വീണ്ടും നാഗർധാന. അതായത് നമ്മൾ ഇങ്ങനെയല്ലേ ഉള്ളത്, ഈ കാലത് താഴെ വെച്ച് നമ്മുടെ ലെഫ്റ്റ് കാലെടുത്ത് ലെഫ്റ്റ് കോർണറിലേക്ക് നീട്ടി വെക്കുക, രണ്ട് കൈകളും ഇങ്ങനെ വെക്കുക, ലെഫ്റ്റ് കൈ താഴെയും റൈറ്റ് കൈ മുകളിലായിട്ടും വെക്കുക. ജസ്റ്റ് ഇങ്ങനെ ചെയ്യാം. ഇനി നമ്മൾ ജസ്റ്റ് നമ്മുടെ മുഖന്ന് അനക്കി കൊടുക്കുക. നാഗർധാന ധീരനന, പിന്നെ തിരികെ കൊണ്ടുവരിക. ഈ കൈയെ നമ്മൾ തിരികെ ഇവിടെ കൊണ്ടുവരിക, ജസ്റ്റ് കറങ്ങുക, റൈറ്റ് കൈ നീട്ടുക, പിന്നീട് റൈറ്റ് സൈഡിലേക്ക് കറങ്ങുക, കറങ്ങുക, ലെഫ്റ്റ് കൈ നീട്ടുക, പിന്നീട് വീണ്ടും കറങ്ങുക, റൈറ്റ് കൈ നീട്ടുക. മനസ്സിലായോ? കൈകള് ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഓക്കെ.
അപ്പൊ നമ്മൾ ഒരു കൈ നീട്ടി പിടിക്കുമ്പോൾ മറ്റേ കൈ നമ്മുടെ നെഞ്ചിന് നേരെ ഉണ്ടായിരിക്കണം. വളരെ വളരെ സ്പീഡാണ്. ആ ഒരു കറക്കം എന്നൊക്കെ വെച്ചാല് ആ ഒരു താളത്തിൽ അത്രയും സ്പീഡിലാണ് കറങ്ങേണ്ടത്. ഞാനിപ്പോ അത്രയും മെല്ലനെയാണ് ഇത് ചെയ്ത് കാണിച്ചത്, കാരണം നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും മെല്ലെ ചെയ്ത് കാണിച്ചത്. നിങ്ങൾ ആ ഒരു എന്താ പറയുക വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ തന്നെ ഈ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിന്റെ ഒരു ഷോർട്ട് കൂടി ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റെപ്പ് പഠിക്കാൻ മാത്രമായിട്ടാണെങ്കിൽ ആ ഒരു ഷോർട്ട് മാത്രം നിങ്ങൾ കണ്ടു നോക്കുക. രണ്ടിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്താ പറയാ, എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പൊ എന്തായാലും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലോട്ട് കാണാം. അതുവരെയ്ക്കും ടാറ്റാ.